കവർച്ചയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷവും അതേ തന്ത്രം സ്വീകരിക്കുകയാണ്. പ്രതിയെ കുറ്റക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് സൂചന. പാലക്കാട് ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് നിയമോപദേശം. MLAയുടെ ഔദ്യോഗിക വാഹനം രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിന് മുന്നിൽ കണ്ടെത്തി. അതേസമയം രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാടുണ്ട്. ഫസലിന്റെ ഫോൺ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ മുതൽ ഫസലും ഡ്രൈവറും MLA ഓഫീസിലെത്തി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. യുവതി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിട്ട് FIR ഇട്ടു, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി. പക്ഷേ രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണോ എത്താൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. കാരണം രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിന് മുൻപിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ അടുത്ത അനുയായികളും ജീവനക്കാരും അടക്കമുള്ള ആളുകൾ രാവിലെ MLA ഓഫീസിൽ എത്തിയിരുന്നു. രാഹുലിന്റെ ഡ്രൈവറും അതോടൊപ്പം തന്നെ രാഹുലിന്റെ PAയും എല്ലാം തന്നെ MLA ഓഫീസിൽ രാവിലെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് രാഹുൽ ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ല. രാഹുൽ എന്തായാലും നിലവിൽ ഏതോ ഒരു ഒളി സങ്കേതത്തിലാണ് ഉള്ളത്. കാരണം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഹുൽ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോഴും ഉള്ളത്. പോലീസിന് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം യുവതി പരാതി നൽകി 24 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കം നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുതര വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. എന്നിട്ടും രാഹുലിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഒരു MLA കൂടിയാണ്. ശിവദാസ്, ഈ രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘം എന്താണ് ചെയ്യുന്നത്? കാരണം രാഹുലിനെതിരെ പരിശോധന നടക്കുന്നുണ്ടോ? രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ആ ജില്ല വിടാൻ പാടില്ല എന്നുള്ള നിയമോപദേശമാണ് രാഹുലിന് ലഭിച്ചത്. ഒരു ജില്ലയിൽ ഒരു ജനപ്രതിനിധി, അദ്ദേഹം കുറ്റക്കാരനാണ്, അദ്ദേഹം കുറ്റാരോപിതനാണ്, അദ്ദേഹത്തെ പിടികൂടേണ്ടത് പോലീസിന്റെ കടമയാണ്. പക്ഷേ അത് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഈ അന്വേഷണ സംഘം ചെയ്യുന്നത്? ഇവിടെ ചില സംശയങ്ങൾ ബലപ്പെടുകയാണോ? തിങ്കളാഴ്ച ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുലിന് സംരക്ഷണം ഒരുക്കുക, അത്തരത്തിലുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയാണല്ലോ. വിമർശനത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ആഭ്യന്തര വകുപ്പ് ഇത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ ഈ ഒരു MLA കൂടിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ. സ്വാഭാവികമായും ഏതെങ്കിലും സ്ഥലത്ത് പോലീസ് സങ്കേതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ സമീപത്തുള്ള ആളുകൾ വഴിയെല്ലാം തന്നെ അത് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. കാരണം രാഹുൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. എന്നിട്ടും പോലീസിനെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അത് ബോധപൂർവമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണോ എന്നുള്ള സംശയവും വിമർശനവും അടക്കം ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പ് അത്തരത്തിൽ രാഹുലിന് സംരക്ഷണം നൽകാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അടക്കം പോലീസുകാരോട് ചോദിക്കുമ്പോൾ, അന്വേഷണ ഉദ്യോഗസ്ഥരോട് അടക്കം ചോദിക്കുമ്പോൾ പറയുന്നത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിൽ അടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്, പതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്. എന്നിട്ടും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ഗൗരവമുള്ള ഒരു പീഡന കേസായിട്ട് കൂടി, അത്തരത്തിലുള്ള പ്രതി ആയിട്ടുകൂടി രാഹുലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടായിട്ട് പോലും അത്തരത്തിലുള്ള കാര്യമായ പരിശോധനകളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് വൈകിപ്പിക്കുകയാണ് എന്നൊരു സംശയം ബലപ്പെടുകയാണ്. കാരണം തിങ്കളാഴ്ചയാണ് രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ഹർജി പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും പോലീസിന്റെയും മറ്റ് നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും പോലീസ് ബോധപൂർവം ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. രാഹുലിനെ പിടികൂടാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ ഒരു സംരക്ഷണ
സംരക്ഷണം രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഈ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ശിവദാസ് പറഞ്ഞതുപോലെ തന്നെ എന്നുള്ളതാണ്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. പക്ഷേ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാഹുലിനെ ഒന്ന് തൊടാൻ പോലും ഇതുവരെയും ഒരു ദിവസം പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ രാഹുലിന് സംരക്ഷണമൊരുക്കുക എന്നുള്ള ഒരു നീക്കുപോക്കാണോ ഈ ആഭ്യന്തര വകുപ്പ് നടത്തുന്നത് എന്നുള്ള സംശയമാണ് സ്വാഭാവികമായും ബലപ്പെടുന്നത്.